ഫ്ലാറ്റ് കണ്ടു നോക്കി അമ്മാരുണ്ടാടാ ഇത് വന്നടേ. ഹലോ കൊറേടേ എത്തിയത് കോളിംഗ് ബെല്ലാണ്, അങ്ങനെ വേറൊന്നും അല്ല. ഇതിങ്ങിട്ട് നെക്കാൻ ആ എനിക്ക് വയ്യ പിന്നല്ല. ഇതെന്റെ റൂമാ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരുണ്ട്? വേറെ ആരില്ല ബ്രോ. എന്താ ഉറങ്ങണടാ നീ? ഡേയ് ഡേയ് നല്ല ഉറക്കോടെ. ഉറങ്ങട്ടെ ഉറങ്ങട്ടെ. കൊള്ളാൻ കേട്ടാ സെറ്റപ്പ്. എത്ര? 3000 രൂപ അല്ല? എത്ര? മഞ്ഞ കളറാ? പെരേറോ ലീക്കോടാ? എനിക്ക് വയ്യ. ജിമ്മ ജിമ്മ മതി മതി മതി. ആകാശ് ബ്രോ ഹായ്. ജസ്റ്റ് മുകളിലുണ്ട് തോന്നുന്നുണ്ട്. മോളിലാ? മോളില് ജസ്റ്റിനെ ഞാൻ പോയി നോക്കിട്ട് നീ ഇവിടെ. ഫുഡ് ഒന്നുമില്ലല്ലോ റയ്യാനെ? 9 മണി കഴിഞ്ഞല്ലേ? ജസ്റ്റിനെ അവിടെ ഒന്നും കണ്ടൊന്നുമില്ല മുകളില്. ചുമ്മാ കയറിപ്പോയി. ആ എനിക്കറിഞ്ഞൂടെ. എന്നോട് ചോദിച്ചാ വിളിക്കണം ഒരു മിനിറ്റ്. അല്ല ഷവർമ കഴിക്കാൻ പോയി കാണും. ഷവർമയാ? ഇതേ അത് ഷാന് റയ്യാന് പിന്നെ പോയി നോക്ക്. കാര്യം പറയണേ.
സൗണ്ട് കേട്ടില്ലേ? എന്ത് ചുമയുടെ നോക്കാം നോക്കാം. അവിടെ വെളിയിൽ കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത്. അവിടെ നോക്കിയിട്ടുണ്ട്. അതിന്റെ അകത്തൊന്നും ഇല്ല. ചുമ്മാ കൂട്ടിട്ട് അതിലൂടെ വെളിയിൽ നോക്കായ ഒരു റൂമിൽ തന്നെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇല്ല, എന്നാ പറ്റി? നീ പോന്നു. ഞാൻ കുറച്ച് നോക്ക്. ഒന്നുമില്ല. അതിന്റെ അവൻ പറഞ്ഞ അതിനകത്ത് നിനക്ക് എന്റെ വലിയ ആവശ്യം ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. നമുക്ക് നോക്കാം. നോക്കിയാൽ പ്രശ്നം തീരും. എന്താണ് അവസ്ഥ? അത് മൊത്തം പേടിച്ചു വല്ലാണ്ടായി. അവിടെ ആരും ഇല്ല. ഞാൻ ചുമ്മാ പറ്റിച്ചതാ. എന്നിട്ടാണ് ഇത്ര നാളൊക്കെ ഇവിടെ ഇറങ്ങിയത്? ഈ ഷാനിട്ടൊരു പണി കൊടുക്കണം. അവനാ എന്നെ പിടിച്ച് ലോക്കാക്കിയിട്ട് അത് നല്ല പേടിപ്പിക്കണം. അതാണ് main. കൂടെ കാണണം. ചെറിയ പരിപാടിയാണ്. സെറ്റാക്കാം. അവര് ഫാന്റെ സൗണ്ട് ഉണ്ട്. ആ ഫാൻ്റെ സൗണ്ട് ഉണ്ട്. അത് കുഴപ്പമില്ല. അറിയാതെ ആരും ലോൺ ചെയ്തായിരിക്കും. നോക്കാം നോക്കാം. ഇതിന് പ്ലാൻ ഉണ്ടോ? ഒരു പരിപാടി ഉണ്ട്. ഫോണുണ്ട്. ഞാൻ ഒരു സാധനം വെച്ചാൽ അത് റിട്ടേൺ ആക്കി വെക്കും. വോയിസാ സെറ്റാക്ക്. അത് എൻ്റെ ഫ്ലോയിലങ്ങ് കളിച്ച് വെച്ചാൽ സെറ്റ്. ഓക്കെ. പേടിക്കണ പേടിക്കണ. ഇവിടെ ആരും ഇല്ലടാ. വേണ്ടോ? ആരും ഇല്ല. ആരുമില്ല. ഇതാണ് ഞാൻ ഓഫ് ചെയ്തേക്ക. ഞാൻ ഓഫ് ചെയ്തല്ല. ശരി ശരി. നീ ഇറങ്ങി ലൈറ്റ് ഓഫ് ചെയ്തേക്കാം. ഇപ്പൊ എല്ലാരും കണ്ടല്ലോ. ഫാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്നുമില്ല. ഒന്നുമേ ഇല്ല. സെറ്റാക്കി. അത് പറഞ്ഞല്ലേടാ. ഓക്കെ ഓക്കെ. ഷാ അവിടെ ഇല്ല. പോടാ. പ്രോജക്ട് ചെയ്തോണ്ടേ ഒരു സൗണ്ട് കേട്ടറാ. ഡോർ തട്ട്.
സത്യമായിട്ടും കേട്ടറാ. ലാസ്റ്റ് ആയിട്ട് ഒന്ന് നോക്ക്, ലാസ്റ്റ് ആയിട്ട് വാ. സൗണ്ട് കേട്ടറാ. ഒരു സൗണ്ട് എനിക്ക് തോന്നലാണ് ഒരു സൗണ്ടും ഇല്ല. സംശയമുണ്ട്, ജസ്റ്റ് പോയി നോക്ക്. ഒന്ന് പോയാൽ നിങ്ങളൊരു പ്രാന്ത് കൊണ്ട് ഞാൻ പോകും. എന്താണ് എല്ലാരും കൂടി കാണിക്കുന്നത്? ഒച്ചയായിട്ടോ നിങ്ങൾ തന്നെ ചെയ്തല്ലേ? പുറത്തുനിന്ന് കൂട്ടിയേക്കുവാ. മുമ്പേ അകത്ത് ഒരു ആരും ഇല്ലായിരുന്നു. ഇപ്പൊ എങ്ങനെ ഒച്ച വരുന്നേ? ആരും നോക്കണ്ട, ആരും നോക്കണ്ട. 3000 രൂപയ്ക്ക് അങ്ങനെ തന്നപ്പോഴേ ഞാൻ പറഞ്ഞു എന്തോ പ്രശ്നം ഉണ്ടെന്ന്. ഞാൻ അതിനകത്ത് പൂട്ടിയപ്പോഴും ഞാൻ പറഞ്ഞു ഉണ്ടാവും, ആളുണ്ട്. ഇപ്പൊ വിശ്വാസം എല്ലാവർക്കും. നിന്നിണ്ട എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വന്നത് മര്യാദക്ക് ഞാൻ അവിടെ നിൽക്കുവായിരുന്നു. എന്തായി ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞ ആളെന്തായി? എനിക്ക് ഇതിൽ വിശ്വാസമൊന്നുമില്ല. പോയി നോക്ക്. പക്ഷെ ഇപ്പൊ കണ്ടപ്പം എനിക്ക് അങ്ങനെ വിശ്വാസമില്ലൊന്നും പറഞ്ഞോളണ്ട. ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ നാട്ടിൽ നടക്കണല്ലേ. അതെ, ഇവിടെ തന്നെ എന്താണ് സുമതി വളം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ആൽമരത്തിന്റെ അവിടെ എന്തോ വണ്ടി എപ്പോഴും പാസ് ചെയ്യുമ്പോൾ ആക്സിഡന്റ് ആവുന്ന വണ്ടി ഓളിയിട്ട് കറക്റ്റാണ്. ഇത് അത് തന്നെ സംഭവം. മറ്റേ പോക്കുവരൻ്റെ ഒക്കെ സമയവും. ഇല്ലടാ, നീ തന്നെ ആലോചിച്ച് നോക്ക്. ഇത്രയും വലിയ ഫ്ലാറ്റ് 3000 രൂപയ്ക്ക്, അത് ഈ സിറ്റിയുടെ എവിടെ കിട്ടും? നീ തന്നെ പറ. ഈ അപ്പാർട്ട്മെന്റ് മൊത്തത്തിൽ നമ്മൾ മാത്രമേ ഫ്ലാറ്റ് ഉള്ളൂ. വേറെ എല്ലാ ഫ്ലാറ്റും കാര്യമില്ല. നിങ്ങൾ ആരെങ്കിലും മുകളിൽ പോയായിരുന്നോ? ആരെങ്കിലും മുകളിലോട്ട് പോയായിരുന്നോ? അവിടെ കുറെ പഴയ വീടിന്റെ സാധനങ്ങളും ഒരു പഴയ ഫാമിലി ഫോട്ടോ ഒക്കെ കിടക്കുന്നുണ്ടല്ലോ. ആ, പോയി നോക്ക്. ഇത് തീ പിടിച്ച് പൊളിഞ്ഞ വീടിന്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ടെൻഷൻ അടിക്കണ്ട. ഇതൊക്കെ നിസ്സാര സംഭവം. കയറി കിടന്ന് തുടങ്ങിയ കാര്യം എല്ലാം ശരി. അല്ല, ഈ ഇത്രയും ടെൻഷൻ അടിച്ചിട്ട് ആരും നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റും? ഒരു പണി പോയി ടെൻഷൻ തീർക്കാം. അതിൻ്റെ അകത്ത് എന്താ നോക്കിയിട്ട് എന്തോ തീരുമാനം ഉണ്ടാക്കി. തീരുമാനമാക്കിയിട്ടേ ഉള്ളൂ കാര്യം. ചുമ്മാ വേണ്ട ജിസ്നെ. ഇതാണ് ഫോൺ. എടാ, ഇത് റെയ്ഹാന്റെ ഫോൺ. ഇത് റൈഹാന്റെ ഫോൺ. എന്തോന്നരേ? എടാ ഷാനെ,
നീ എന്നെ അതിട്ട് പൂട്ടിയപ്പോഴേ ഞാൻ വിചാരിച്ചു നിനക്കിട്ട് പണിയായിരുന്നു നമുക്ക് പണിയായിരുന്നടാ. എന്തോന്നടാ ഇത് ഒരുമാതിരി മറ്റേടത്തെ പരിപാടിയായി പോയി കേട്ടാ. എന്തോന്നടാ പേടിച്ചാ പിന്നെ ഓ ഞാൻ മാത്രം പേടിച്ചേ, വേറെ ആരും പേടിച്ചില്ലേ? എന്നെ മാത്രം പറയണേ. നീ പേടിച്ചില്ലേ? പേടിച്ചു, എല്ലാരും പേടിച്ചു, എല്ലാരും പേടിച്ചു. എന്തോന്നടേ പോടാ പേടിക്കുന്നമാരെ. ഞാനിട്ടുള്ള പണി അത് ഞാൻ കൊടുത്തിരിക്കും. എല്ലാരും പേടിച്ചടാ. എല്ലാരും കിടന്ന് ഉറങ്ങണേ. എല്ലാവർക്കും നാളെ കാണാം. ഗുഡ് മോർണിംഗ്. അറിയുന്നുണ്ടോ? ഒരു കാര്യമാണോ? ഒരു മിനിറ്റ് അത്യാവശ്യം പെട്ടെന്ന് വരുമോ? ആഘോഷേ ഒരു കാര്യമാണ് അത്യാവശ്യം വാടാ. വാടാ നീ ഒന്നും അറിഞ്ഞില്ലല്ല. നീ ഒരു കാര്യമുണ്ട് വാ. എനിക്ക് പേടിയാവണ്ട. ആരെയും വിളിച്ചിട്ട് പറഞ്ഞില്ലടാ, നീ മാത്രമേ ഉള്ളൂ. വാടാ വാടാ. പ്രശ്നമുണ്ട്. വാ പെട്ടെന്ന് പെട്ടെന്ന്. അതായത്